Hello friends, today we are going to discuss about soils in India. അപ്പം നമ്മൾ ഓൾറെഡി സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫിസിക്കൽ ജോഗ്രഫിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഏൻഷ്യൻ സ്ക്രിപ്റ്റേഴ്സിൽ നമ്മുടെ വേദാസ്, അതുപോലെ തന്നെ നമ്മുടെ ഉപനിഷത്തുകൾ, ഇതിലൊക്കെ സോയിലിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക. ഒന്ന് ഊർവര സോയിൽ എന്നും രണ്ട് ഊഷര സോയിൽ എന്നും. ഊർവര സോയിൽ മീൻസ് ഫെർട്ടൈൽ സോയിൽ, ഊഷര സോയിൽ മീൻസ് സ്റ്റെറൈൽ സോയിൽ. അപ്പോൾ ഫെർട്ടൈൽ സോയിലിനെയാണ് ഊർവര എന്ന് പറയുക, ഊഷര എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ സോയിൽ. ഇനി മോഡേൺ രീതിയിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICARൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇന്ത്യയിൽ 8 കാറ്റഗറി സോയിൽസ് ആണ് ഉള്ളത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പ്രകാരം ഇന്ത്യയിൽ 8 തരം സോയിൽസ് ആണ് ഉള്ളത്. അപ്പോൾ ആ 8 തരം സോയിൽസിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള സോയിലാണ് അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ 40% അധികം വരുന്ന സോയിലും അലൂവിയൽ സോയിലാണ്. അലൂവിയൽ സോയിൽ കഴിഞ്ഞാൽ റെഡ് സോയിൽ, ദെൻ ബ്ലാക്ക് ഓർ റെഗുർ സോയിൽ, arid or desert soil, laterite soil, saline soil, peat, marshy soil, forest and soil or mountain soil. ഈ 8 ടൈപ്പ് സോയിലാണ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ ഓരോ സോയിലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സോയിൽ അലൂവിയൽ സോയിൽ. അപ്പോൾ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അലൂവിയൽ സോയിലാണ്. മോസ്റ്റ്ലി അവൈലബിൾ സോയിൽ ഇൻ ഇന്ത്യ. മോർ ദാൻ 40% ഓഫ് ഇന്ത്യൻ സോയിലും അലൂവിയൽ സോയിലാണ്. ചില സോഴ്സസിൽ 43% എന്നാണ് പറയുന്നത്, ചില സോഴ്സസിൽ 46% എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് അലൂവിയൽ സോയിൽ ഉണ്ടാവുന്നത്? റിവേഴ്സ് അല്ലെങ്കിൽ സ്ട്രീംസ് കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ് ആണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ ദി ഡെപ്പോസിഷണൽ സോയിൽ ഓഫ് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. ഇനി ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണുന്നത് ഇന്ത്യൻ ഫിസിക്കൽ ഡിവിഷനായ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ്. ഇത് കൂടാതെ പെനിൻസുലാർ ഇന്ത്യയിലും ഇത് കാണാനായിട്ട് സാധിക്കും. പെനിൻസുലാർ ഇന്ത്യയിൽ ഡെൽറ്റാസ്, എസ്റ്റുറീസ് ഒക്കെ ഫോം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു സോയിലുണ്ട്. ഇനി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സോയിലിൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് അലൂവിയൽ സോയിൽ. ഹൈലി ഫെർട്ടൈൽ സോയിലാണ് അലൂവിയൽ സോയിൽ. ഇനി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അലൂവിയൽ സോയിലിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ അവിടെ പഠിച്ചിട്ടുണ്ട്. ന്യൂവർ അലൂവിയൽ സോയിലിനെ നമ്മൾ വിളിക്കുന്നത് ഖാദർ എന്നാണ്. ന്യൂ അലൂവിയൽ സോയിൽ അറിയപ്പെടുന്നത് ഖാദർ എന്നാണ്. ഓൾഡ് അലൂവിയൽ സോയിൽ, ഓൾഡ് അലൂവിയം അറിയപ്പെടുന്നത് ഭാങ്കർ സോയിൽ എന്നാണ്. ഇനി നമ്മുടെ അലൂവിയൽ സോയിലിൻ്റെ കളർ, അലൂവിയൽ സോയിലിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രേ ടു ആഷ് ഗ്രേ കളറാണ്. ഈ ഗ്രേ കളർ അല്ലെങ്കിൽ ആഷ് കളർ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുതലാണ്. അതായത് നമ്മൾ ജൂം കൾട്ടിവേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താ ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്? സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷനാണ് ജൂം കൾട്ടിവേഷൻ. സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷനാണ് ജൂം കൾട്ടിവേഷൻ. അപ്പോൾ നമ്മൾ കാട് കത്തിക്കുമ്പോൾ അവിടെ പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ കത്തിക്കുന്ന വസ്തുക്കളിൽ പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. കത്തിച്ചുണ്ടാകുന്ന സാധനമുള്ളൂ ആഷ്. അപ്പോൾ ആഷ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അലൂവിയൽ സോയിൽ പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുതലാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇത് ഓർക്കാനുള്ള ഒരു ഇത് മാത്രമാണ്, ട്രിക്ക് മാത്രമാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാങ്കർ ഡെപ്പോസിറ്റ്സിൽ കാണുന്ന കാൽസ്യം ഡെപ്പോസിറ്റ്സിനെയാണ് കങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈം ഡെപ്പോസിറ്റ്സ് കൂടുതലാണ് എന്തിൽ? അലൂവിയൽ സോയിൽ. ഇനി അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് പല ടെക്സ്ചറിലുണ്ട്. സാൻഡി, സിൽറ്റി, ക്ലേ ടെക്സ്ചറിൽ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെ സംഭവങ്ങൾ ഇതിൽ കൃഷി ചെയ്യാം? എല്ലാ ടൈപ്പ് വസ്തുക്കളും, എല്ലാ ടൈപ്പ് ക്രോപ്സും ഇതിൽ കൃഷി ചെയ്യാം. കോട്ടൺ അടക്കം, ശ്രദ്ധിച്ചേക്കുക, കോട്ടൺ അടക്കം വരുന്ന സാധനങ്ങൾ
ഇതിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് ഹൈലി ഫെർട്ടൈൽ സോയിലാണ്, എന്തും ഇതിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലോകത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സോയിൽ അലൂവിയൽ സോയിലാണ്. കേരളത്തിലാണെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എങ്ങനെയാണ് അലൂവിയൽ സോയിൽ ഉണ്ടാകുന്നത്? റിവറിൻ്റെയും സ്ട്രീംസിൻ്റെയും ഡെപ്പോസിഷനിൽ നിന്നാണ് അലൂവിയൽ സോയിൽ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ അലൂവിയൽ സോയിൽ ഇന്ത്യയിൽ കാണുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ്. ഇതുകൂടാതെ പെനിൻസുലാർ ഇന്ത്യയിൽ ഡെൽറ്റാസിലും എസ്റ്റുറീസിലും അലൂവിയൽ സോയിൽ കാണാനായിട്ട് സാധിക്കും. ന്യൂവർ അലൂവിയൽ സോയിലിനെ ഖാദർ എന്നും ഓൾഡർ അലൂവിയൽ സോയിലിനെ ഭാങ്കർ എന്നും പറയുന്നു. ഇതിൻ്റെ കളറ് ഗ്രേ കളറാണ്, ലൈറ്റ് ഗ്രേ ടു ആഷ് ഗ്രേ കളറാണ്. ഇത് ഗ്രേ കളറായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം കാണാൻ കാരണം ഭാങ്കറിൽ കങ്കർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലൈം ഡെപ്പോസിറ്റ്സ് ആണ്. എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ടെക്സ്ചർ സാൻഡി ടെക്സ്ചറിൽ കാണാം, ലോമി ടെക്സ്ചറിൽ കാണാം, അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് ക്ലേ ടെക്സ്ചറിലും കാണാം. ഇനി ഇറ്റ് ഈസ് പുവർ ഇൻ, ഇതിലില്ലാത്ത സാധനങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് NPK ആണ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. കാരണം ഇന്ത്യൻ സോയിലിൽ പൊതുവെ നൈട്രജൻ, ഫോസ്ഫറസ് ഉണ്ടാവാറില്ല, ഹ്യൂമസും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ത്യൻ സോയിലിൽ പൊതുവെ നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് ഉണ്ടാവാറില്ല എന്നൊന്ന് ഓർത്തിരിക്കുക. NPK ഉപയോഗിക്കാൻ കാരണം നൈട്രജനും ഫോസ്ഫറസും ഇന്ത്യൻ സോയിലിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഹ്യൂമസ് എന്തുകൊണ്ടില്ല? അപ്പോൾ എന്താണ് ഹ്യൂമസ്? അതായത് ഓർഗാനിക് മെറ്റീരിയൽ അത് ഡീകമ്പോസ് ചെയ്ത് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഉണ്ടാവുന്ന ബ്ലാക്ക് അമോർഫസ് മെറ്റീരിയലാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഓർഗാനിക് മെറ്റീരിയൽ ഡീഗ്രേഡ് ചെയ്ത് ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പോൾ കാണുന്ന ബ്ലാക്ക് അമോർഫസ് സബ്സ്റ്റൻസ് ആണ് ഹ്യൂമസ്. ഹ്യൂമസിൻ്റെ പ്രത്യേകത, മഴ ഉള്ള സ്ഥലങ്ങളിൽ ഹ്യൂമസ് ഉണ്ടാവില്ല, മഴവെള്ളത്തിൽ ലയിച്ച് ഹ്യൂമസ് നഷ്ടപ്പെട്ടു പോകും. ഇന്ത്യയുടെ ക്ലൈമറ്റ് മൺസൂൺ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സോയിലിൽ ഹ്യൂമസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഓരോ സോയിലും നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് ഇല്ല എന്നുള്ളത്. ചില സോയിലിൽ ഹ്യൂമസ് ഉണ്ടാവും, വെള്ളം കെട്ടിക്കിടക്കുന്ന സോയിലാണെങ്കിൽ ഹ്യൂമസ് ഉണ്ടാവും. അപ്പോൾ അത് സെപ്പറേറ്റ് പഠിക്കുക. ദെൻ എവിടെയെങ്കിലും ഫോസ്ഫറസ് കാണുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പഠിക്കുക. പൊതുവെ ഇന്ത്യൻ സോയിലിൽ നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് ഇല്ല എന്നുള്ളത് മനസ്സിൽ വെക്കുക. ഇനി അടുത്തതാണ്, അപ്പോൾ അലൂവിയൽ സോയിൽ കാണുന്ന സ്ഥലങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത്. കോസ്റ്റൽ ഏരിയാസ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഇതുകൂടാതെ ഏത് നദി ഒഴുകുന്നതിൻ്റെ സൈഡിലായിട്ടും അലൂവിയൽ സോയിൽസ് ഉണ്ടാകാം. അടുത്തതാണ് റെഡ് സോയിൽ. റെഡ് സോയിൽ ഉണ്ടാവുന്നത് മെറ്റാമോർഫിക് റോക്സിൽ നിന്നാണ് റെഡ് സോയിൽ ഉണ്ടാവുന്നത്. ഇനി റെഡ് സോയിൽ കാണുന്നത് എങ്ങനെയുള്ള ഏരിയാസിലാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ റെയിൻഫോൾ വേരിയബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് റെഡ് സോയിൽ കാണുക. റെയിൻഫോൾ വേരിയബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് റെഡ് സോയിൽ കാണുക. റെഡ് സോയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് സോയിൽ ചരലുകളായിട്ടാണ് കാണുക. അതായത് പോറസ് ആയിരിക്കും, ഫ്രയബിൾ ആയിരിക്കും, ചരലുകളായിട്ടായിരിക്കും കാണുക. സ്വാഭാവികമായിട്ടും നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കില്ല, വെള്ളം പെർക്കൊലേറ്റ് ചെയ്ത് താഴോട്ടേക്ക് പോകും. അതിനെയാണ് പോറസ് ഫ്രയബിൾ സോയിൽ എന്ന് പറയുക. ഇനി റെഡ് സോയിലിൽ ലൈം കണ്ടൻറ്റ് ഉണ്ടായിരിക്കില്ല, ലൈം ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ഏതൊരു സോയിലും ഏതൊരു റോക്കും റെഡ് കളറിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് റെഡ് കളർ കൊടുക്കുന്നത് അയേൺ കണ്ടൻ്റ് ആയിരിക്കും എന്നതാണ്. അപ്പോൾ റെഡ് സോയിലിന് റെഡ് കളർ കൊടുക്കുന്നത് ഫെറിക് ഓക്സൈഡാണ്. ഇനി റെഡ് സോയിലിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെഡ് സോയിൽ താഴോട്ടേക്ക് കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യെല്ലോ കളർ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം നമുക്കറിയാം, അയേണിൻ്റെ കളർ റെഡ് കളറാണ്, അയേൺ റസ്റ്റ് ചെയ്താൽ യെല്ലോ കളറായി മാറും. സെയിം സംഭവമാണ് റെഡ് സോയിലിൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ അവിടെ അയേൺ കണ്ടൻറ്റ് യെല്ലോ കളറായി മാറും. ഇനി റെഡ് സോയിലിൽ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞു. പൊതുവെ ഇന്ത്യൻ സോയിലിൽ നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് ഇല്ല. ഇതിന് പുറമെ ലൈമും മാംഗനീസും ഇവിടെ ഇല്ല എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പൊതുവെ ഇന്ത്യൻ സോയിലിൽ ഇല്ലാത്ത 3 സാധനങ്ങളും ഇവിടെ ഇല്ല: നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ്. അതിൻ്റെ കൂടെ തന്നെ ഓർക്കുക, ലൈം ഇവിടെ ഇല്ല. ഇനി ഇറ്റ് ഈസ് റിച്ച് ഇൻ, എന്ത് സംഭവമാണ് ഇതിൽ കൂടുതലായി കാണുന്നത്? അയൺ. അതുകൊണ്ടാണ് അതിന് റെഡ് കളർ വരിക. 2 പൊട്ടാഷ്. അപ്പോൾ
നമ്മൾ കണ്ട അലൂവിയൽ സോയിലിൽ കൂടുതലായിട്ട് കാണുന്നത് ലൈമും പൊട്ടാഷ്യുമാണ്. റെഡ് സോയിലിലോട്ട് വരുമ്പോൾ അയേണും പൊട്ടാഷ്യുമാണ് കൂടുതലായി കാണുന്നത്. ഇത് സാൻഡി, ക്ലേ, ലോമി ടെക്സ്ചേഴ്സിൽ കാണാം. ഇനി ഇതിൽ എന്തൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാം? ഇതിൽ പ്രധാനമായും കൾട്ടിവേറ്റ് ചെയ്യുന്നത് ടൊബാക്കോയും പൊട്ടറ്റോയുമാണ്. വീറ്റ്, കോട്ടൺ, പൾസസ് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അവിടെ ടൊബാക്കോയും അതുപോലെ തന്നെ പൊട്ടറ്റോയും ആയിരിക്കും ചോദിക്കുക. നിങ്ങൾക്കറിയാം പൊട്ടറ്റോ എന്ന് പറയുന്നത് വേരിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പൊട്ടറ്റോയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കാത്ത സോയിലിൽ വേണം പൊട്ടറ്റോ കൃഷി ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു റെഡ് സോയിലിൻ്റെ പ്രത്യേകത, റെഡ് സോയിലിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം താഴോട്ടേക്ക് പോകും, അത് പോറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ കൃഷിക്കും ടൊബാക്കോ കൃഷിക്കും അനുകൂലമാണ്. അപ്പോൾ റെഡ് സോയിൽ, റെഡ് കളർ കൊടുക്കുന്നത് ഫെറിക് കണ്ടൻ്റ് ആണ്, അയേൺ റിച്ച് ആണ്, അതുപോലെ തന്നെ പൊട്ടാഷ് റിച്ച് ആണ്. എന്തൊക്കെയാണ് ഇല്ലാത്ത? ഇന്ത്യൻ സോയിൽ ഇല്ലാത്ത ഒന്നും തന്നെ ഇതിലില്ല. നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ഹ്യൂമസ്, പ്ലസ് ലൈം ഇല്ല എന്നൊന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? മെറ്റാമോർഫിക് റോക്ക് പൊടിഞ്ഞാണ് ഉണ്ടാവുന്നത്. എങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നത്? ഹൈ റെയിൻഫോൾ വേരിയബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുന്നത്. എല്ലാ ടെക്സ്ചറിലും ഇത് കാണാനായിട്ട് സാധിക്കും. മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന 2 സാധനങ്ങൾ ടൊബാക്കോയും പൊട്ടറ്റോയുമാണ്. അപ്പോൾ ഇതോടുകൂടി റെഡ് സോയിൽ കഴിഞ്ഞു. ഇനി അടുത്ത സോയിൽ, ഇതാണ് ഏറ്റവും കൂടുതൽ UPSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സോയിൽ, ബ്ലാക്ക് സോയിൽ അഥവാ റെഗുർ സോയിൽ. റെഗുർ എന്ന് പറഞ്ഞാൽ കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും അനുയോജ്യമായ സോയിലാണ് ബ്ലാക്ക് സോയിൽ. അതുകൊണ്ടാണ് അവരെ നമ്മൾ റെഗുർ സോയിൽ എന്ന് വിളിക്കുന്നത്. ഇത് ഉണ്ടാവുന്നത് ഇഗ്നിയസ് റോക്സ് അഥവാ നമ്മുടെ വോൾക്കാനിക് റോക്ക് പൊടിഞ്ഞാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഇഗ്നിയസ് റോക്സ് കാണുന്നത് ഡെക്കാനിലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സോയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെക്കാൻ റീജിയനിലാണ്. ഈ സോയിലിൻ്റെ പ്രത്യേകത, ഇത് മെച്വർ സോയിലാണ്. മെച്വർ സോയിൽ എന്ന് പറഞ്ഞാൽ ഡെപ്ത് കൂടുതലുള്ള സോയിലുകളെയാണ് മെച്വർ സോയിൽ എന്ന് പറയുക. ഇനി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബ്ലാക്ക് സോയിലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം, ഇതിന് വാട്ടർ റീടെൻഷൻ കപ്പാസിറ്റി കൂടുതലാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഈ സോയിലിൽ ഒരുപാട് നേരത്തേക്ക് തങ്ങി നിൽക്കും. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സോയിൽ വളരെ സ്ലോലിയാണ് വെള്ളം അബ്സോർബ് ചെയ്യത്തുള്ളൂ. പക്ഷേ വളരെ സ്ലോലി അബ്സോർബ് ചെയ്യുന്ന ഈ വെള്ളം അതിൽ കെട്ടിക്കിടക്കുന്നു. അത് പിന്നീട് വളരെ സ്ലോലിയാണ് ഈ വാട്ടർ നഷ്ടപ്പെടുത്തുകയും ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വാട്ടർ റിറ്റൻഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇനി ബ്ലാക്ക് സോയിലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെൽഫ് ഫ്ലോയിങ് കപ്പാസിറ്റി. ഇതാണ് 3ാമത്തെ പോയിന്റ്. സെൽഫ് ഫ്ലോയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സോയിലിനുള്ളിൽ, ഈ സോയിൽ ഉണങ്ങിക്കഴിയുമ്പോൾ, ബ്ലാക്ക് സോയിലിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിനുള്ളിൽ ക്രാക്ക് ഫോം ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പറ്റി വരേണ്ട സ്ഥലങ്ങളിൽ സോയിൽ ക്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് സോയിലിൻ്റെ ഒരു പ്രത്യേകത, ബ്ലാക്ക് സോയിൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യും. അങ്ങനെ ക്രാക്ക് ചെയ്യപ്പെടുമ്പോൾ ആ സോയിൽസിനിടയിലായിട്ട് എയർ ട്രാപ്പ് ചെയ്യപ്പെടും. നെക്സ്റ്റ് ടൈം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ സോയിലിനിടയിൽ പെട്ട ഈ എയർ അത് ഈ സോയിലിനുള്ളിൽ സീൽ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് സെൽഫ് ഫ്ലോയിങ് കപ്പാസിറ്റി ഉണ്ട്. എന്താണ് സെൽഫ് ഫ്ലോയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എയറേഷൻ കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ എന്തിനാണ് നിലം ഉഴുതുമറിക്കുന്നത്? നിലം കൃഷിക്ക് മുമ്പ് നമ്മൾ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ എയറേഷൻ കൂട്ടാനാണ്. അപ്പോൾ ബ്ലാക്ക് സോയിൽ സ്വയം ക്രാക്ക്ഡ് ആവുന്നുണ്ട്. അങ്ങനെ സ്വയം ക്രാക്ക് ആവുന്നത് കൊണ്ട് തന്നെ അവിടെ എയർ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത തവണ വെള്ളം ഒഴിക്കുമ്പോൾ ആ എയർ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. ഇനി ബ്ലാക്ക് സോയിൽ ഉണ്ടാവുന്നത് ലാവൽ റോക്സ് അഥവാ ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ലാവയുടെ കണ്ടൻ്റായ അയേണും മെഗ്നീഷ്യവും കൂടുതലുണ്ടാവും. അപ്പോൾ അയേൺ, മെഗ്നീഷ്യം റിച്ചാണ്. ഹ്യൂമസ് കണ്ടൻറ്റ് കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് ഈ സോയിലിലോട്ട് വരുമ്പോൾ ഹ്യൂമസ് കാണുന്നത്? സാധാരണ ഇന്ത്യൻ സോയിലിൽ ഹ്യൂമസ് ഉണ്ടാവില്ല. പക്ഷേ എങ്ങനെയാണ് കോട്ടൺ സോയിലിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലിൽ ഈ ഒരു സാധനം കൂടുതൽ വരിക? കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും, വെള്ളം നഷ്ടപ്പെടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്ത്യൻ സോയിലിൽ ഹ്യൂമസ് കുറയാനുള്ള കാരണം മഴ വരുമ്പോൾ വെള്ളം
വെള്ളം ഒലിച്ചു പോകുന്നു, ആ വെള്ളത്തിൻ്റെ കൂടെ ഹ്യൂമസ് നഷ്ടപ്പെടുന്നു എന്നതാണ്. പക്ഷെ ബ്ലാക്ക് സോയിലിൽ വെള്ളം വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഹ്യൂമസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അയൺ, മെഗ്നീഷ്യം, ഹ്യൂമസ്. പിന്നെ അലൂമിനിയം കണ്ടൻറ്റും കൂടുതലാണ്. എന്നാൽ അതേസമയം ഡെഫിസിറ്റ് ഇൻ നൈട്രജൻ, ഫോസ്ഫറസ് അതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ സോയിലിൽ പൊതുവെ ഇല്ലാത്ത കാര്യങ്ങൾ നൈട്രജനും ഫോസ്ഫറസും ഇല്ല. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഹ്യൂമസ് ഉണ്ട്. ഇനി ഇതിൻ്റെ കളർ ആ പേരിൽ തന്നെയുണ്ട്, ഡീപ്പ് ബ്ലാക്ക് ഓർ ലൈറ്റ് ബ്ലാക്ക് കളറാണ്. ഇനി ഇതിൻ്റെ ടെക്സ്ചർ, ഇതിന് ഒരു ചെളിയുടെ ടെക്സ്ചറാണ്, ക്ലേയി അപ്പിയറൻസ് ആണ്. ഒരിക്കലും ബ്ലാക്ക് സോയിൽ സാൻഡ് രൂപത്തിൽ കാണില്ല, മണൽ പോലെ കാണില്ല. കാരണം ഇവർക്ക് വാട്ടർ റീറ്റൻഷൻ കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്ലേയി രൂപത്തിലാണ് ഈ ഒരു സോയിൽ കാണുക. അപ്പോൾ ബ്ലാക്ക് സോയിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും അനുയോജ്യമായ സോയിലാണ് ഇന്ത്യയിലെ ഡെക്കാൻ റീജിയനിലാണ് കാണുന്നത്. ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞാണ് ഉണ്ടാവുന്നത്. ഇതിന് വാട്ടർ റീറ്റൻഷൻ കപ്പാസിറ്റി കൂടുതലാണ്. വെള്ളം സാവധാനത്തിൽ അബ്സോർബ് ചെയ്യുന്നുള്ളൂ, സാവധാനത്തിലേ പുറത്തു വിടുന്നുള്ളൂ. സെൽഫ് ഫ്ലോയിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു വോൾക്കാനിക് റോക്ക് പൊടിഞ്ഞുണ്ടാവുന്നതുകൊണ്ട് തന്നെ അയൺ റിച്ച് ആണ്, മെഗ്നീഷ്യം റിച്ച് ആണ്. ഇനി വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഹ്യൂമസ് റിച്ച് ആണ്. അതുകൂടാതെ അലൂമിനിയം കണ്ടൻറ്റും ഉണ്ട് എന്നൊന്ന് ഓർക്കുക. പക്ഷേ ഡെഫിസിറ്റ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. കളർ എന്ന് പറയുന്നത് ഡീപ്പ് ബ്ലാക്ക് തുടങ്ങി ലൈറ്റ് ബ്ലാക്ക് കളർ വരെയാണ്. ടെക്സ്ചർ ക്ലേയി ടെക്സ്ചറാണ്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സോയിലിൻ്റെ ഒരു പിക്ചർ. ബ്ലാക്ക് സോയിൽ കാണുന്ന ഏരിയാസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്ന ആ വേർഡ് എടുത്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ ലേറ്റർ എന്ന വേർഡിൽ നിന്നാണ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രിക്ക് എന്നാണ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രിക്ക് എന്ന് ആണ്. അപ്പോൾ ലാറ്ററൈറ്റ് സോയിലിൻ്റെ പ്രത്യേകത, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോഫ്റ്റായി മാറും. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. നമ്മൾ ചെങ്കല്ലെന്ന് പറയുന്ന സാധനം, ഓക്കെ, നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് റീജിയനിൽ കാണുന്ന റോക്കാണ് ലാറ്ററൈറ്റ് റോക്ക്. പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ കട്ടകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലേറ്റർ എന്നുള്ള വേർഡ്, ബ്രിക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരുന്നത്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്ക് അല്ലെങ്കിൽ ഈ സോയിൽ സോഫ്റ്റ് ആവും. നിങ്ങൾ നനഞ്ഞിരിക്കുന്ന ലാറ്ററൈറ്റ് റോക്കിൽ തൊട്ടാൽ നിങ്ങളുടെ കയ്യിലൊക്കെ ആ കളറാവും. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹാർഡാവുകയും ചെയ്യും. ഇനി എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്, അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ ഏരിയാസ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ. നല്ല ടെമ്പറേച്ചറും നല്ല റെയിൻഫോളുമുള്ള ഏരിയാസിലാണ് ഇത് കാണുക. അപ്പോൾ നല്ല റെയിൻഫോളുള്ള ഏരിയാസ് ആയതുകൊണ്ട് തന്നെ ഈ സോയിലിൽ നിന്ന് സിലിക്ക കണ്ടൻറ്റ് എന്ത് ചെയ്തു, ലീച്ച് ചെയ്തു. സിലിക്ക ലൈം കണ്ടൻറ്റ് ലീച്ച് ചെയ്തു. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ, ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് ലാറ്ററൈറ്റ് സോയിൽ കാണുക. ഈ സോയിലിൽ സിലിക്ക ലൈം കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ സിലിക്ക കണ്ടൻറ്റ് കുറവാണെങ്കിൽ ഇതിൽ അലൂമിനിയം കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം, എർത്തിൻ്റെ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് രണ്ട് മൂലകങ്ങൾ കൊണ്ടാണ്, സിലിക്കണും അലൂമിനിയം. ഇപ്പോൾ സിലിക്കൺ പോയി കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. പിന്നെ ഈ ഒരു സോയിലിൻ്റെ കളറ് റെഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞു, റോക്സോ സോയിലോ റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അയേൺ റിച്ച് ആണെന്നാണ്. അപ്പോൾ ഇതിൽ അയേണും കൂടുതലുണ്ട്, അലൂമിനിയവും കൂടുതലുണ്ട്. ഇനി ഡെഫിസിറ്റ്, ഇപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും ഡെഫിസിറ്റാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഹ്യൂമസ്, ലൈമ്, സിലിക്ക, ഇതെല്ലാം കുറവാണ്. നമ്മൾ പറഞ്ഞു ലൈമും സിലിക്കയും വെള്ളത്തിൽ നഷ്ടപ്പെട്ടു. ലൈമും സിലിക്കയും ഓൾറെഡി ഇല്ല. ഇനി നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് അതും ഇല്ല. ഹ്യൂമസ് കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് കുറയുന്നത്? കാരണം നമുക്കറിയാം, ഈ ഒരു സോയിലുള്ളത് ഹൈ ടെമ്പറേച്ചർ, ഹൈ റെയിൻഫോൾ ഉള്ള റീജിയൻസിലാണ്. ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ബാക്ടീരിയയുടെ ആക്ഷനും കൊണ്ട് ഹ്യൂമസ് ഉണ്ടാവും. ഈ ഹ്യൂമസ് മഴ പെയ്യുമ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോകും. ഇനി ഈ സോയിലിൻ്റെ കളറ് റെഡ് കളറാണ്. ഈ സോയിലിനും റെഡ് കളർ കൊടുക്കുന്നത് അയൺ ഓക്സൈഡാണ്. ഇതിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് റൈസ്, റാഗി, ഷുഗർ കെയിൻ, ക്യാഷ്നട്ട്. ഇതിൽ ക്യാഷ്നട്ട് കൃത്യമായി പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ക്യാഷ്നട്ട് ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. അപ്പോൾ ഇത്രയുമാണ്
ലാറ്ററൈറ്റ് സോയിലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ലൈറ്ററൈറ്റ് സോയിൽ ലേറ്റർ അഥവാ ബ്രിക്ക് എന്നുള്ള അർത്ഥം വരുന്ന വേർഡിൽ നിന്ന് എടുത്തതാണ്. കാരണം കൊളോണിയൽ ടൈമിൽ കേരളത്തിൽ വീടുകൾ പണിയാൻ ഉപയോഗിച്ചിരുന്ന റോക്സ് ലാറ്ററൈറ്റ് റോക്സ് ആണ്. നനഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും, എന്നാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഹാർഡാവും. ഹൈ ടെമ്പറേച്ചർ, ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് ഫോം ചെയ്യുക. ഹൈ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് സിലിക്ക, ലൈം ലീച്ച് ചെയ്ത് പോകും. ഇറ്റ് ഈസ് പുവർ ഇൻ സിലിക്ക ആൻഡ് ലൈം. അത് മാത്രമല്ല നൈട്രജനും ഫോസ്ഫറസും ഹ്യൂമസും കുറവാണ്. ഹ്യൂമസ് കുറയാനുള്ള ഒരു പ്രധാന കാരണം ഹൈ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ ബാക്ടീരിയൽ ആക്ഷൻ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ഹ്യൂമസ് മഴവെള്ളത്തിൽ ലയിച്ച് നഷ്ടപ്പെടും. അടുത്തത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ റിച്ചിൻ, ഇതിൻ്റെ കളറേ റെഡാണ്. റെഡ് കളർ കൊടുക്കുന്ന അയൺ ആണ്. അപ്പോൾ അയൺ റിച്ച് ആണ്. ദെൻ സിലിക്ക നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അലൂമിനിയം റിച്ച് ആണ്. ഇനി ഇത് മെയിനായിട്ട് റൈസ്, റാഗി, ഷുഗർ കെയിൻ, കാഷ്നട്ട് കൾട്ടിവേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. അതിൽ കാഷ്നട്ട് എന്നുള്ള പോയിന്റ് ശരിക്കും ഓർത്തിരിക്കുക. അടുത്തത് ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് സോയിൽ തന്നെയാണ് അരിഡ് സോയിൽ എന്നറിയപ്പെടുന്നത്. അതായത് ഉണങ്ങി വരേണ്ട സ്ഥലങ്ങൾ, അരിഡ് ഓർ സെമി അരിഡ് റീജിയൻസിലാണ് ഡെസേർട്ട് സോയിൽ കാണുന്നത്. മെയിനായിട്ട് ഡെസേർട്ട് സോയിൽ ഉണ്ടാവുന്നത് വിൻഡിൻ്റെ ഇറോഷനും കൊണ്ടാണ്. വിൻഡ് ഇറോഷനും കൊണ്ടാണ് ഡെസേർട്ട് സോയിൽ ഉണ്ടാവുന്നത്. ഡെസേർട്ടിൻ്റെ പ്രത്യേകത, ഡെസേർട്ട് സോയിലിൽ സോൾട്ട് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം ഡെസേർട്ടിൽ മഴ പെയ്യാറില്ലെങ്കിൽ അവിടെ സോയിൽ വാഷ് ഔട്ട് ചെയ്യപ്പെടത്തില്ല. സാധാരണ സ്ഥലങ്ങളിൽ മഴ പെയ്യുമ്പോൾ സോയിലിൽ നിന്നുള്ള എക്സസീവ് ആയിട്ടുള്ള സോൾട്ട് വാഷ് ഔട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഡെസേർട്ടിൽ മഴ പെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സോയിലിൽ വാഷ് ഔട്ട് ചെയ്യപ്പെടില്ല. സ്വാഭാവികമായിട്ടും അവിടെ സോൾട്ട് കണ്ടൻറ്റ് കൂടും. ഇനി നമുക്കറിയാം ഡെസേർട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും, ഹ്യൂമസ് കണ്ടൻറ്റ് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഹ്യൂമസ് കണ്ടൻറ്റ് കുറയുന്നത്? കാരണം ഡെസേർട്ടിൽ ഓർഗാനിക് മാറ്റർ ഇല്ല, ചെടികളും മരങ്ങളും കുറവാണ്. അങ്ങനെയെങ്കിൽ ഹ്യൂമസ് കണ്ടൻറ്റ് കുറയും. എന്നാൽ അവിടെ കങ്കർ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് കൂടുതലാണ്. അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഡെസേർട്ടിൽ വെള്ളം ഒഴിച്ച് കൃഷി ചെയ്യാമെന്ന്. പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഡെസേർട്ട് സോയിലിൻ്റെ അടിയിലായിട്ട് കാൽസ്യം ഡെപ്പോസിറ്റ്സ് അഥവാ കങ്കർ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ഒരു പരിധി കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തിരിച്ചു പൊങ്ങി വരത്തേ ഉള്ളൂ. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഡെസേർട്ട് സോയിൽ ലൈം ഡെപ്പോസിറ്റ്സ് കൂടുതലാണ്. നമുക്കറിയാം ഡെസേർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർബിൾ കിട്ടുന്നത്. മാർബിൾ ശരിക്കും എന്താ? ലൈം ഡെപ്പോസിറ്റാണ്. കാൽസ്യം കാർബണേറ്റിന് മെറ്റാമോർഫിസം നടന്നാണ് മാർബിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഡെസേർട്ട് സോയിലിൽ കാൽസ്യം കാർബണേറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. നൈട്രജൻ ഇല്ല, പക്ഷേ ഫോസ്ഫറസ് ഉണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു സോയിലിലും ഫോസ്ഫേറ്റ് കണ്ടിട്ടില്ല. പക്ഷേ ഡെസേർട്ട് സോയിലിൽ ഫോസ്ഫേറ്റ് ഉണ്ട്. ഇനി ഡെസേർട്ട് സോയിലിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് സാൻഡി ടെക്സ്ചറാണ്. മണൽ രൂപത്തിലാണ് കാണുന്നത്. കളറ് റെഡ് ടു ബ്രൗൺ കളറിലാണ് കാണുന്നത്. അപ്പോൾ ഡെസേർട്ട് സോയിൽ അരിഡ് ആൻഡ് സെമി അരിഡ് റീജിയൻസിലാണ് കാണുക. വിൻഡിൻ്റെ ആക്ടിവിറ്റീസ്, വിൻഡിൻ്റെ ഇറോഷനും കൊണ്ടാണ് ഡെസേർട്ട് സോയിൽ ഉണ്ടാവുക. ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവാണ്, ഹ്യൂമസ് കണ്ടൻറ്റ് കുറവാണ്. പക്ഷേ കങ്കർ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ്സ് കൂടുതലാണ്. നൈട്രജൻ ഇല്ല, ഫോസ്ഫേറ്റ് ഉണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചില്ല, ആദ്യമായിട്ട് ഫോസ്ഫേറ്റ് കണ്ട സോയിലാണ് ഡെസേർട്ട് സോയിൽ. സാൻഡി അപ്പിയറൻസ് ആണ്, മണൽ പോലെയാണ് ഇരിക്കുന്നത്. റെഡ് ടു ബ്രൗൺ ആണ് ഇതിൻ്റെ കളർ. അടുത്തതാണ് സലൈൻ സോയിൽ ഓർ ആൽക്കലി സോയിൽ. അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂസിങ് ആണ്. സലൈൻ സോയിലും ഡെസേർട്ട് സോയിലും ഒന്നല്ല. സലൈൻ സോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, സോയിലിൻ്റെ മുകളിൽ സോൾട്ട് ഡെപ്പോസിഷൻസ് കാണാനായിട്ട് സാധിക്കും. സലൈൻ സോയിൽ സോയിലിന് മുകളിൽ സോൾട്ട് ഡെപ്പോസിഷൻ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ സോൾട്ട് ഡെപ്പോസിഷൻസ് വരുന്നത്? ഈ സോയിലിനെയാണ് നമ്മൾ ശരിക്കും ഊഷര സോയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സോൾട്ട് കണ്ടൻറ്റ് അല്ലെങ്കിൽ NaCl കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇത് ഉണ്ടാവുന്നത് ഓവർ ഇറിഗേഷനും കൊണ്ടാണ്. അധികം മഴ പെയ്യാത്ത സ്ഥലങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ
ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ മഴ കുറവാണ്. ഇങ്ങനെ മഴ കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എക്സസീവ് ഇറിഗേഷൻ ഓവറായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ സലൈൻ പാച്ചസ് രൂപപ്പെടാം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സലൈൻ എഫ്ലോറസൻസ്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം സലൈൻ പാച്ചസ്. അതായത് ഇവിടെ വേറൊന്നുമില്ല, ഇവിടെ കുറേ സോയിൽ കിടക്കുന്നുണ്ട്, ഇവിടെ ഇവാപ്രേഷൻ കൂടുതലാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഇവാപ്രേഷൻ കൂടുതലാണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഒരു സോയിലിൽ നമ്മൾ എക്സസീവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ വാട്ടറിൽ അവിടുത്തെ സോൾട്ട് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇവാപ്രേഷൻ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇവാപ്രേഷൻ നടക്കുമ്പോൾ ഈ വാട്ടർ തിരിച്ചു കയറി വരും. ഈ വാട്ടർ തിരിച്ചു കയറി വരുമ്പോൾ ഈ വാട്ടറിൽ സോൾട്ട് പാർട്ടിക്കിൾസ് ലയിച്ചിട്ടുണ്ടാവും. ഈ സോൾട്ട് പാർട്ടിക്കിൾസ് സോയിലിൻ്റെ മുകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. വാട്ടർ മൊത്തം ഇവാപ്പറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് സലൈൻ സോയിൽ അല്ലെങ്കിൽ ആൽക്കലൈൻ സോയിൽ എന്ന് പറയുക. അതായത് ഓവർ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ ലയിച്ച് സോയിലുള്ള സോൾട്ട് പാർട്ടിക്കിളെല്ലാം മുകളിലോട്ട് കയറി വരും. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടുത്തെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യപ്പെട്ടു പോകും. ആ സോൾട്ട് അവിടെ ആ മണ്ണിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇത് മെയിനായിട്ട് കാണുന്നത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ നടന്ന സ്ഥലങ്ങളിലാണ്. പഞ്ചാബ്, ഹരിയാന, UP, ബീഹാർ റീജിയൻ, പിന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ റീജിയനിലും കാണാനായിട്ട് സാധിക്കും. ഇതിൽ എവിഡൻ്റ്ലി നിങ്ങൾക്ക് സോൾട്ട് സോയിലിൻ്റെ മുകളിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത സോയിലാണ് PT ഓർ മാർഷി സോയിൽ. മാർഷ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങൾ അല്ലെങ്കിൽ മാർഷി സ്വാമ്പി ഏരിയാസിൽ കാണുന്ന സോയിലാണ് PT ഓർ മാർഷി സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാവാൻ വേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വാട്ടർ ലോഗിങ് കണ്ടീഷൻ അല്ലെങ്കിൽ അനേറോബിക് കണ്ടീഷനാണ്. വാട്ടർ ലോഗിങ് ഉള്ള സ്ഥലങ്ങളിൽ, അനേറോബിക് കണ്ടീഷനുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഫോം ചെയ്യുക. ഈ സോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സോയിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ ഹെവി റെയിൻഫോൾ വേണം. വെള്ളം കെട്ടിക്കിടക്കണമെങ്കിൽ നല്ല രീതിയിൽ മഴ വേണം, ഹ്യൂമിഡിറ്റി വേണം. ഇനി മഴ പെയ്താലും ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ ഈ വാട്ടർ മൊത്തം ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഹ്യൂമിഡിറ്റി വേണം, നല്ല മഴ വേണം, അപ്പോഴാണ് വാട്ടർ സ്റ്റാഗ്നേറ്റ് ചെയ്യുക. ഇനി ഇത്തരം സ്ഥലങ്ങളിൽ കാണുന്ന മെയിൻ ഫോറസ്റ്റാണ് മാൻഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ. ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ചെടികളാണ് മാൻഗ്രൂവ്സ് അഥവാ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇനി ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഹ്യൂമസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഹ്യൂമസ് മെറ്റീരിയലും അതുപോലെ തന്നെ ഓർഗാനിക് മെറ്റീരിയലും കൂടുതലായിരിക്കും. ഇനി ഇത് ഹെവി സോയിലായിരിക്കും. എന്തുകൊണ്ട് ഇത് ഹെവി സോയിലാവുന്നത്? കാരണം വാട്ടർ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട്. ഈ സോയിലിന് ഭാരം കൂടുതലായിരിക്കും. ദെൻ ബ്ലാക്ക് ഇൻ കളർ. എന്തുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ആവുന്നത്? ബിക്കോസ് ഓഫ് ദി ഹ്യൂമസ് കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഒരു സോയിൽ ബ്ലാക്ക് കളറായി മാറുന്നത്. അപ്പോൾ പാടത്ത് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിലാണ് PT ഓർ മാർഷി സോയിൽ കാണുന്നത് എന്നൊന്ന് ഓർക്കുക. അടുത്ത സോയിൽ, നമ്മുടെ ലാസ്റ്റ് സോയിലാണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മൗണ്ടനസ് സോയിൽ. നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ മൗണ്ടനസ് റീജിയനിലാണ്. അതായത് ഹിമാലയ, വെസ്റ്റേൺ ഘാട്ട് പോലെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ മെയിൻലി ഫോറസ്റ്റ് സോയിൽ കാണുന്നത് മൗണ്ടനസ് സ്റ്റീപ്പർ സ്ലോപ്പിലാണ്. കുത്തനെയുള്ള ചെരുവുകളിലൊക്കെയാണ് ഫോറസ്റ്റ് സോയിൽ അല്ലെങ്കിൽ മൗണ്ടനസ് സോയിൽ കാണുക. ഇതിൽ ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. കാരണം ഫോറസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ചെടികളും മരങ്ങളിൽ നിന്നൊക്കെ ട്വിഗ്സ്, ലീവ്സ് ഇതൊക്കെ വീണുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുക. അപ്പം മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത്തരം സോയിൽ ആസിഡിക് നേച്ചറാണ് ഇത്തരം സോയിലിൻ്റേത്. ഇതൊരു ഇമ്മച്വർ സോയിലാണ്. കാരണം നമുക്കറിയാം കുന്നിൻ ചെരുവുകളിൽ സോയിൽ ഇറോഷൻ നടക്കും അല്ലേ. മൗണ്ടൻ്റെ സ്ലോപ്സിലൊക്കെ എപ്പോഴും സോയിൽ ഇറോഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സോയിലിന് ഡെപ്ത് കുറവായിരിക്കും, ഇമ്മച്വർ സോയിലായിരിക്കും. ഹ്യൂമസ് കണ്ടൻറ്റ് കുറവാണ്. എന്തുകൊണ്ടാണ് ഹ്യൂമസ് കണ്ടൻറ്റ് കുറയുന്നത്? കാരണം ഇവിടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആ മഴവെള്ളത്തിൽ ലയിച്ച് ഹ്യൂമസ് നഷ്ടപ്പെടും. അസിഡിക് ആണ്.
പൊട്ടാഷ്യം, ഫോസ്ഫറസും ലൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കണം. ഹ്യൂമസ് കണ്ടൻറ്റ് കുറവാണ്, പക്ഷേ ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലാണ്. കാരണം എന്നും ഇലയും കാര്യങ്ങളൊക്കെ വീഴും, അതുകൊണ്ട് ഓർഗാനിക് കണ്ടൻറ്റ് ഉണ്ടാവും. പക്ഷേ ഹ്യൂമസ് ഉണ്ടായി അവിടെ നിൽക്കില്ല, മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തിൽ ലയിച്ച് അത് നഷ്ടപ്പെടും. ദെൻ ഫോസ്ഫറസും പൊട്ടാഷ്യം നൈട്രജനും കാര്യങ്ങളൊക്കെ കുറവാണ്. സോയിൽ ഇറോഷൻ കൂടുതലാണ്. ഇത് മെയിൻലി കാണുന്നത് മൗണ്ടനസ് ഏരിയാസായ ഹിമാലയ, വെസ്റ്റേൺ ഘാട്ട്, ഈസ്റ്റേൺ ഘാട്ട് റീജിയനിലാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇത് റബ്ബർ, നമുക്കറിയാം കുന്നിൻ ചെരുവി കൃഷി ചെയ്യുന്നത്, ബാംബു, ടീ, കോഫി. അപ്പോൾ കുന്നിൻ ചെരുവിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നത്. റബ്ബർ, ബാംബു, ടീ, കോഫി പോലുള്ള സാധനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് അസിഡിക് സോയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സോയിൽസിൽ നോക്കാനായിട്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ടൈമാണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഫോംഡ് ഡ്യൂ ടു ദ വെതറിങ് ഓഫ്. അതായത് ബ്ലാക്ക് സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം വോൾക്കാനിക് റോക്ക് പൊടിഞ്ഞാണ്. ഇവിടെ ഫിഷർ എന്നൊരു വേർഡ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. വോൾക്കാനിക് റോക്ക് പൊടിഞ്ഞാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാവുക. അപ്പോൾ ആൻസർ ഫിഷർ വോൾക്കാനിക് റോക്ക് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സോയിൽ ഹാസ് ഹൈ അയൺ കണ്ടന്റ്, ഇറ്റ് ഗീവ്സ് റെഡ് കളർ ടു ഇറ്റ്. ഇപ്പോൾ റെഡ് കളറുള്ള സോയിലാണ്. ബ്ലാക്ക് സോയിൽ വെട്ടാം, PT സോയിൽ വെട്ടാം. കാരണം PT സോയിലിന് ബ്ലാക്ക് കളറാണ്, അതുപോലെ ബ്ലാക്ക് സോയിലിനും ബ്ലാക്ക് കളറാണ്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ ഏരിയാസ് വിത്ത് ഹൈ റെയിൻഫോൾ, ഹൈ ടെമ്പറേച്ചർ. ഹൈ റെയിൻഫോൾ, ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് കാണുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ലീച്ചിങ് ഓഫ് സിലിക്ക. അപ്പോൾ ആൻസർ ഓപ്ഷൻ C ആണ്, ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ് സോയിലിലും റെഡ് സോയിലും, രണ്ട് സോയിലും അയൺ കണ്ടന്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ആളെ കണ്ടുപിടിക്കാം. ഹൈ റെയിൻഫോൾ, ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്നത് ലാറ്ററൈറ്റ് സോയിൽ. ഇനി റെയിൻഫോൾ വേരിയബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് റെഡ് സോയിൽ കാണുക. ഇനി അത് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. സിലിക്ക ലീച്ച് ചെയ്തു പോകുന്നു. സിലിക്കയും ലൈമും ലീച്ച് ചെയ്തു പോകുന്നത് കൊണ്ടുണ്ടാവുന്ന സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. റെഡ് സോയിൽ മെറ്റാമോർഫിക് റോക്സ് പൊടിഞ്ഞുണ്ടാവുന്ന സോയിലുമാണ്. അപ്പോൾ ഇതോടുകൂടി സോയിൽ എന്ന ടോപ്പിക്കും കഴിഞ്ഞു. അപ്പോൾ ജോഗ്രഫി പെർസ്പെക്റ്റീവിൽ നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് ക്രോപ്പിംഗ് പാറ്റേൺ, സോയിൽ, ഈ 3 കാര്യങ്ങളാണ് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.